Hello guys, so welcome back to another brand new video of SR Vlogs. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംബാക്ക് സീരീസിലെ എപ്പിസോഡ് 3 എന്നോ ഇല്ലെങ്കിൽ ഒരു സ്റ്റഡി വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ റാൻഡമായിട്ടുള്ള ദിവസങ്ങളിലെടുത്ത് കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംബാക്ക് സീരീസ് എപ്പിസോഡ് 2-ൽ അക്കൗണ്ടൻസിൻ്റെ 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈവ് കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാമെന്ന്. അങ്ങനെ 3rd ചാപ്റ്ററിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കലായിരുന്നു. ആ ഒരു ചാപ്റ്ററിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു ഡേ പോയിട്ടുണ്ടായത്. പിന്നെ അക്കൗണ്ടൻസി പഠിക്കാൻ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് എന്തായാലും കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് അക്കൗണ്ടൻസിയാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്. അതായത് ബാക്കിയുള്ളതൊക്കെ എങ്ങനെയെങ്കിലും വൈഹാർട്ട് പഠിച്ചെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കുറേ വാരി വലിച്ച് പഠിക്കാനുണ്ടല്ലോ. എല്ലാം വാരി വലിച്ച് പഠിക്കാനുണ്ട്. എന്നാലും കുറച്ചുകൂടെ എനിക്ക് അക്കൗണ്ടൻസിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനെന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കറിയുന്നതൊക്കെ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെന്താ, എല്ലാവരും പഠിച്ചൊക്കെ കഴിഞ്ഞു, എവിടെ എത്തി എന്നുള്ളതൊക്കെ പറയാം. പിന്നെ എൻ്റെ ഒരു അവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി കുറച്ച് എന്തെങ്കിലുമൊക്കെ നോക്കുന്നല്ലാണ്ട് നോക്കാത്ത ദിവസങ്ങളുമുണ്ട്. എന്നാലും പറ്റുന്ന പോലെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ മാക്സിമം ആണ് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ഇടയ്ക്ക് തോന്നും ഒരു മൂഡ് വരണം, എന്നാൽ മാത്രമേ ഒരു ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോകാറുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഫുൾ ടൈം ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പഠിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. കുറച്ച് നേരം ഇരുന്ന് പഠിക്കും, കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കളിക്കും, അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള 2-3 ദിവസങ്ങൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് സീനായിട്ടുള്ള കംബാക്ക് സീരീസ് എന്തായാലും വരുന്നതായിരിക്കും. അത് എൻ്റെ ഒരു ഉറപ്പാണ് നിങ്ങൾക്കുള്ള. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, പിന്നെ കുറച്ച് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, എടാ വീഡിയോസ് ഇനി ചെയ്യേണ്ട, അത് വീഡിയോസ് ഇപ്പോൾ ചെയ്യേണ്ടതല്ല, ഇന്ന് ചെയ്യേണ്ട, പിന്നെ എന്താ കുറച്ച് പഠിക്കുക, എക്സാം ഒക്കെ അല്ലേ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ കൺസേൺ. അപ്പോൾ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് അറിയാം. എന്നാലും എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ഇതുവരെയായിട്ട് പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനി തുടങ്ങിക്കോ. ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടൈം കളയാലും റിഗ്രറ്റ് അടിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. അപ്പോൾ പിന്നെ കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തോ. ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ആക്കാൻ നിൽക്കണ്ട. കുറേ പേര് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, എന്നാലും അറ്റ്ലീസ്റ്റ് 1-2 പേരെങ്കിലും ഉണ്ടാവില്ല, അവർക്ക് വേണ്ടി ഒരു മിനി മോട്ടിവേഷൻ, അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കുറേ പേര് ബിസിനസ് സ്റ്റഡീസ് ടിപ്സും അതുപോലെ തന്നെ സ്റ്റഡി ബ്ലോഗൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതായത് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഭവം ഈസിയൊക്കെയാണ്. പക്ഷെ ഇനി അത് പഠിക്കാൻ ഭയങ്കര പാടാണ്. കാരണം കുറേ ടൈം എടുക്കും. പിന്നെ ഇത് ബൈഹാർട്ട് പഠിച്ച് പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ ഒരു 2 ദിവസത്തിനുള്ളിൽ ബിസിനസ് എന്തായാലും സെറ്റാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കും. ഇത് എൻ്റെ ഒരു ചെയ്യണമെന്നൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ബിസിനസ്സിൻ്റെ സെറ്റാക്കി തരാം നമുക്ക്. പിന്നെന്താ, അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു പോക്ക്. പിന്നെ അക്കൗണ്ടൻസിൻ്റെ എന്തെങ്കിലും സ്റ്റഡി ടിപ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. കാരണം അക്കൗണ്ടൻസിയാണ് എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ബുദ്ധിമുട്ടെന്നല്ല, അക്കൗണ്ടൻസി ഈസിയൊക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ ലാസ്റ്റിലത്തെ ചാപ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാം. പിന്നെ എൻ്റെ വീഡിയോസ് ആണെങ്കിലും ഇല്ലെങ്കിൽ വേറെ ആരുടെ വീഡിയോസ് ആണെങ്കിലും ഫ്രീ ടൈമിന് മാത്രം ഇരുന്ന് കാണാം. കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈം മാത്രം കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം അക്കൗണ്ടൻസി ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് പിന്നെ ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു ബ്രേക്കൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് കൂടെ കുറച്ച് നേരം കണ്ടു. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ്റെ 2 ആ ഒരു പോർഷൻ കുറച്ചുകൂടെ കണ്ടു. അതൊരു പകുതി വരെ ഞാൻ കണ്ടിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത്രയൊക്കെയുള്ള ആ ഒരു ദിവസം. പിന്നെ കുറച്ച് കഴിക്കാൻ സാധനങ്ങളൊക്കെ കിട്ടി, അതുകൂടെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേയിൽ ഞാൻ എക്കണോമിക്സ് ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടായത്. എക്കണോമിക്സിൻ്റെ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്, അതിൻ്റെ ലൈവാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം ലാസ്റ്റിലത്തെ ആ ഒരു ഫ്രീക്വൻസി ലൈൻ ഗ്രാഫ് അല്ല, ഫ്രീക്വൻസി കേർവ് വരെ കണ്ടിട്ടുണ്ടായിരുന്നു. അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു 2ാമത്തെ ദിവസം കൂടെ പോയിട്ടുണ്ടായത്. പിന്നെ ലേറ്റ് നൈറ്റ് സ്റ്റഡി വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേങ്കിൽ ലേറ്റ് നൈറ്റ് ഞാൻ ഇരിക്കാറില്ല. 10th ആ ഒരു ടൈമൊക്കെ മാത്രമേ ഞാൻ അത്ര ലേറ്റ് നൈറ്റ്സ് ഒക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. ഇപ്പം ഞാൻ സ്കൂളിൽ കൂടെ അങ്ങ് പോകാത്തത് കൊണ്ട് നമുക്ക് രാവിലെ ടൈം ഉണ്ട്. പക്ഷെ രാവിലെ ഒരു ഉച്ച വരെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനോ ഇല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു മൂഡ് ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷം പിന്നെ ഒരുമാതിരി ലാഗ് അടിച്ചിരിക്കലും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. എന്തായാലും ഈ ഒരു 3 days അല്ലെങ്കിൽ ഒരു 4 days മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും സെറ്റാക്കി തീർക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നാലും ട്രൈ ചെയ്യാം. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാം. സോ ഇന്നലെ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാലഞ്ചല്ല, ഒരു ജസ്റ്റ് ഒരു വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട്, സ്റ്റഡി വിത്ത് മീ പോലെ. അപ്പോൾ സ്റ്റഡി വിത്ത് മീ 30 minutes ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം
പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്ന പോലെയൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അങ്ങ് വെച്ചിട്ട് ഇരുന്ന് അങ്ങ് പഠിക്കുക. ഒരു ലൈറ്റ് BGM മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം റോ ആൻഡ് അൺഫിൽറ്റഡ് ആയിട്ടുള്ള വോയിസസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ആ ഒരു വീഡിയോ വെച്ചിട്ട് നിങ്ങൾ ഇരുന്ന് കൂടെ പഠിക്കുക. പിന്നെന്താ, കുറേ പേർ അറ്റ്ലീസ്റ്റ് പഠിച്ചൊക്കെ തീർന്നിട്ടുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അതോ ഇതുവരെ ആർക്കെങ്കിലും മോട്ടിവേഷൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് അവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്, അത്രയേ ഉള്ളൂ. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നതാണോ നല്ലത്, ഇല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈം തന്നെ നമ്മുടെ റോ ആയിട്ടുള്ള ആ ഒരു വോയിസിൽ പറയുന്നതാണോ കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളത് കൂടെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം. പിന്നെന്താ, കുറച്ച് ദിവസം നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ കുറക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്, ടൈം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമുക്ക് നോക്കിയിട്ടൊക്കെ ചെയ്യാം. എന്തായാലും രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുകയും കൂടെ വേണമല്ലോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ എക്കണോമിക്സ് ഞാൻ ഒരു ഉച്ചവരെയൊക്കെ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.